السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഈ കാണുന്ന വാട്സപ്പിലൂടെ ജമലുൽ ലൈലി ദർസിലെ വിദ്യാർത്ഥി നാബിൽ മുസ്ലിയർ കല്ലത്താണിയോട് ഒരുപാട് ആളുകൾ ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. സ്വന്തം ബാപ്പ മരണപ്പെട്ടു പോയി, സ്വന്തം ഉമ്മ മരണപ്പെട്ടു പോയി, ഭർത്താവ് മരണപ്പെട്ടു പോയി, ഭാര്യ മരണപ്പെട്ടു പോയി, മക്കൾ മരണപ്പെട്ടു പോയി, അവരുടെ ആണ്ട് ദിവസമാണെന്ന്, അതുപോലെ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വസിയ്യത്ത് ഏൽപ്പിച്ചവരുണ്ട്. സർവശക്തനായ അല്ലാഹു നാം പറയുന്നതും കേൾക്കുന്നതിനിടെയും ഇതിൻ്റെ ഒക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം അല്ലാഹു തുറന്നിട്ട് കൊടുക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ കടന്ന് നിന്റെ ലിഖാഇനെയും ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാത്തവർ, ഗർഭിണികൾ, അതുപോലെ വീടില്ലാത്തവർ, കടമുള്ളവർ, സിഹർ സംബന്ധമായി പ്രയാസം അനുഭവിക്കുന്നവർ, കണ്ണീർ സംബന്ധമായി പ്രയാസം അനുഭവിക്കുന്നവർ, ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്, തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പല വസിയ്യത്തുകളും ഏൽപ്പിച്ചിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു അവരുടെ മുറാദ് മുഴുവനും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം, യൗവനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ടൈമുകളാണ്. ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. യൗവനത്തിന്റെ ഇബാദത്ത്, അർശിന്റെ നിഴലിൽ ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്നത് നല്ല യൗവനമുള്ള ഇബാദത്താണ്, ആരോഗ്യത്തിൽ ചെയ്യുന്ന ഇബാദത്താണ്. ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ യൗവനത്തിൽ പടച്ച റബ്ബിന്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. ആ സമയത്ത് ഒരാൾ പടച്ച റബ്ബിനോട് തേടുകയാണ്, അല്ലാഹുവേ, ഞാൻ യൗവനകാലത്ത് ഇബാദത്ത് ചെയ്തു അല്ലാ, ഞാൻ എൻ്റെ ആരോഗ്യ സമയത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നു, ഞാൻ എൻ്റെ ആരോഗ്യ സമയത്ത് ഞാൻ ഒരാളെ സഹായിച്ചിരുന്നു, ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് നന്മകൾ ഞാൻ ചെയ്തിരുന്നു അല്ലാ. ഇന്ന് ഞാൻ അനാരോഗ്യവാനാണ്, എനിക്കിന്ന് വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, എനിക്കൊരാളെ സഹായിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരാളെ രോഗം കാണാൻ പോലും കഴിയുന്നില്ല, ഞാൻ വീട്ടിൻ്റെ ഉള്ളിലാണ് റബ്ബേ, എനിക്കതൊക്കെ കണ്ടതും അതുപോലെ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാ എനിക്ക് തരണം റബ്ബേ എന്നൊരാൾ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ഇറക്കിത്തരുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള സമയമാണ്
വാർദ്ധക്യമെന്നുള്ള സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാർദ്ധക്യ സമയത്ത് വയസ്സായാൽ പോലും യൗവനത്തിൻ്റെ ചുറുചുറുക്കിൽ ജീവിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, യൗവനം എന്ന് പറയുന്ന നല്ല ആരോഗ്യമുള്ള സമയത്തിൽ വാർദ്ധക്യം എന്ന് പറയുന്നതിലേക്ക് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട്, ഭക്ഷണ രീതികളുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യകർമ്മങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ നിമിഷം അവൻ്റെ മനസ്സങ്ങ് പതറിപ്പോയാൽ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തയാണ്, ഞാൻ രോഗിയായി പോയി, ഇനി എനിക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയില്ല, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, നെഗറ്റീവ് മൈൻഡ് അടിക്കാൻ തുടങ്ങി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടുകൂടെ പറയുന്നു, നല്ല വാർദ്ധക്യം വരുന്ന കാലത്ത് നല്ല യൗവനം പോലെ ജീവിക്കാൻ ആരംഭ പൂവായ മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മരുന്നുണ്ട്. ആ മരുന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ പറയട്ടെ, 65 വയസ്സുള്ള ഖദീജ ബീവി ആരംഭ പൂവായ മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതങ്ങ് സ്നേഹിച്ചു പോയി. മുത്തുനബിയോട് ഖദീജയുടെ കാര്യം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ഖദീജയുടെ സംസാരം കേൾക്കുമ്പോൾ, ഖദീജയുടെ നടത്തം കാണുമ്പോൾ, ഖദീജയുടെ പെരുമാറ്റം കാണുമ്പോൾ, ഖദീജയുടെ സാമീപ്യം അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. റളിയല്ലാഹു അൻഹാ. എന്തേ കാരണം? ഖദീജ ബീവി നൽകുന്ന ഒരു സന്തോഷ പ്രകടനങ്ങളാണ്. ഇന്ന് നമുക്കൊക്കെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു 40 അങ്ങ് കഴിഞ്ഞാൽ, ഒരു 50 അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ പറയും, മക്കളും പേരമക്കളൊക്കെ ആയി, ഇനി നിങ്ങൾ ആ റൂമിൽ കിടന്നോളി, ഞാൻ ഈ റൂമിലും കിടക്കാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു പാവം സാധുവായ മനുഷ്യൻ ഒരു റൂമിൽ കിടന്നിട്ട് അയാളുടെ സങ്കടങ്ങൾ പറയാൻ ഒരാളുമില്ല, അയാളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുമില്ല. അയാളെല്ലാം ക്ഷമിക്കുകയല്ല, എല്ലാം സഹിക്കുന്നു എന്നുള്ളതാണ്. സഹനത്തിനൊരു പരിധിയും പരിമിതിയുമുണ്ട്. അത് പെട്ടെന്നങ്ങ് പൊട്ടിപ്പോകും, അതങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോകും. രണ്ടുപേരും തലയിണയിടൽ കിടന്നാൽ, രണ്ടുപേരും ഒരേ പുതപ്പിൽ കിടന്നാൽ, അതല്ലേ ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മരണം വരെ ഭാര്യ ഭർത്താക്കന്മാർ ഒരേ വിരിപ്പിൽ കിടന്നുപോയാൽ മരിക്കുന്നത് വരെ റഹ്മത്തിന്റെ മലക്കവന്റെ കൂടെ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ മുമ്പത്തെ സൊഫിലുണ്ട്. ദിക്റിന്റെ മജ്ലിസിൽ പൊട്ടിക്കരഞ്ഞ് ദുആരക്കാനുണ്ട്. നാട്ടിലെ ചാരിറ്റി പ്രവർത്തനത്തിന് മുമ്പിലുണ്ട്. എല്ലാ മസ്ലഹത്ത് കാര്യങ്ങളിലും ആചാര്യരുടെ സാന്നിധ്യം വലുതാ. പക്ഷേ ആചാര്യ വീട്ടിന്റെ കുടുംബിനിയോടുള്ള പെരുമാറ്റമോ അത് ശരിയല്ലെങ്കിൽ നമ്മളെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നമ്മളെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, നമ്മളെ സൽക്രമങ്ങൾ അല്ലാഹ്ക്ക് വേണ്ട, നമ്മളെ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടുപേരും ഒരുമിച്ച് കിടന്നാൽ, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് കിടന്നാൽ
അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ യൗവനത്തിൻ്റെ ഒരു വല്ലാത്ത സന്തോഷമുണ്ടാകും. യൗവനം തിരിച്ചു കിട്ടിയതുപോലെ ഉണ്ടാകും. അത് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഹോർമോണുകൾ പോലും, സന്തോഷത്തിൻ്റെ ലവ് ഹോർമോണുകൾ പോലും ശരീരത്തിൽ വളരാൻ കാരണമാണ്. ഒരു സ്നേഹ പ്രകടനം. അവർ റൂമുകൾ മാറിക്കെടുക്കുക എന്നുള്ളത് ശരിയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും നമ്മൾ ചെയ്തു പോവരുത്. അതിന് നമുക്ക് ഏറ്റവും വലിയ മാർഗമാരാണ്? മോനെ, മോളെ, ശ്രദ്ധിച്ചോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയും ലോകത്തോട് വിട പറയുന്ന സമയമുണ്ട്. രോഗമായി പ്രയാസപ്പെടുന്ന സമയത്ത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിൻ്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ കൈയങ്ങ് കൊണ്ടുപോകുന്നു. ആരാ കൊണ്ടുപോകുന്നത്? ഖദീജ ബീവി കൈയെടുത്തിട്ട്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൈയെടുത്തിട്ട് ഖദീജ ബീവി തലയിലങ്ങ് വെക്കുന്നു. ഉമ്മ, ഇതൊന്ന് കേൾക്കണേ. അവരുടെ സ്നേഹം. 65 വയസ്സുള്ള ഖദീജ ബീവിയുടെ തലയിലേക്ക് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരമങ്ങ് വെച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മുടിയിലൂടെ അങ്ങനെ കൈ നടത്തുന്നു. എന്നിട്ട് ഖദീജയോട് പറയുന്നു, ഖദീജ, എന്നെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാണ് ഖദീജ. എൻ്റെ ഉമ്മായുടെ സ്ഥാനത്ത് നിന്ന്, എൻ്റെ ഉപ്പായുടെ സ്ഥാനത്ത് നിന്ന്, എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന്, എൻ്റെ മക്കളുടെ സ്ഥാനത്ത് നിന്ന് എനിക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കാനും വളരാനും സഹായിച്ച ഖദീജ പോവുകയാണോ? ഖദീജ ബീവിയുടെ കണ്ണങ്ങ് നിറയുന്നു. അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളെ വിട്ടു പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, നിങ്ങളോട് സലാം പറഞ്ഞ് യാത്രയാകാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല. അങ്ങയുടെ ഒരു ഖാദിമായി, അങ്ങയുടെ ഒരാളായി, അങ്ങയുടെ ഒരു ഭാര്യയായി ജീവിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ ഖളാ വന്നാൽ ഞാൻ പോകുമല്ലോ. അതുകൊണ്ട് നാളെ ആഖിറ ലോകത്ത് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ റസൂലേ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഖദീജ ബിവിയെ മുത്തുനബി അങ്ങ് ചുംബനം അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വിടവാങ്ങൽ നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഭാര്യയായി നമ്മളെ ഭാര്യ മാറണം. ആ ഭർത്താവിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഭർത്താവ് കരയണം, പടച്ചോനെ എനിക്കവളെല്ലാമായിരുന്നു, അവളില്ല എങ്കിൽ പകരം വെക്കാൻ പോലും എനിക്കൊരാളില്ല. ഇങ്ങനെ സങ്കടപ്പെടുന്ന സ്നേഹബന്ധമാണോ നമ്മുടെ ബന്ധം? അല്ലാഹു പൊരുത്തപ്പെടുന്നതാ. അതാണ് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയത്. നിങ്ങൾക്ക് നല്ല യൗവനം വേണോ? വാർദ്ധക്യകാലത്ത് യൗവനം വേണോ? ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കണമെന്നല്ല, സ്നേഹപ്രകടനങ്ങൾ നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓക്സിട്രോസിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ, അഥവാ ലവ് ഹോർമോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ പരസ്പരം സംസാരിച്ചാൽ, എത്ര പ്രായമായാലും ഒന്ന് മുണ്ടിത്തൗതാരിച്ചാൽ, ആ തലയിണ മന്ത്രമൊന്ന് പറഞ്ഞാൽ, ആ വിരിപ്പിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അവർ പരസ്പരം കൈകോർത്തിട്ട് കൂട്ടിപ്പിടിച്ചാൽ പോലും അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്ക്
പുലരും വരെ അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മഗ്ഫിർ ലഹും എന്ന് പറഞ്ഞ് അവനോടുള്ള സന്തോഷം, അവളോടുള്ള സന്തോഷം ആ മലക്കുകൾ പോലും പ്രകടിപ്പിക്കുമെന്നാണ്. ഇങ്ങനെ വന്നാൽ ഒരു വീട്ടിൻ്റെ ഉള്ളറയിലേക്ക് കയറുമ്പോൾ ഒരു ഭാര്യ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു 100ന്റെ യൗവനത്തിൻ്റെ തിളക്കമുണ്ടാകും. ഇനി ഞാൻ പറയട്ടെ, രണ്ടാമതായി വാർദ്ധക്യകാലത്ത് യൗവനത്തോടുകൂടെ ജീവിക്കാൻ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് നിറയെ ഇബാദത്ത് ചെയ്യലാണ്. എപ്പോ? നല്ല ആരോഗ്യമുള്ള സമയത്ത്. പടച്ചോനെ, അപ്പോൾ വയസ്സാവുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയും, അല്ലാഹ് ഞാൻ നല്ല ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ല നോമ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരാളോട് പറയാനല്ല. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്, ഞാൻ 5 വക്ത് നിസ്കരിക്കുമ്പോൾ, ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ, ഞാൻ സുബൈക്ക് പള്ളിയിൽ നേരത്തെ വന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, ഞാൻ ഒരുപാട് സ്വതക്ക ചെയ്യുമ്പോൾ, ഞാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ സ്വർഗത്തിലാണെന്ന്, ഞാൻ നല്ലവനാണെന്ന്, ഞാൻ വലിയ ആളാണെന്ന് ഒരിക്കലും ചിന്തിച്ചു പോവല്ല. നമ്മളെ ഇബാദത്തിൻ്റെ ചെറിയൊരു കോട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പീടിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പോയി, എന്താണ് ആ ചെങ്ങായി ആ പീടിയിൽ ഇങ്ങനെ ഇരിക്കണ്, ഓനക്ക് പള്ളി പോയി നിസ്കരിച്ചൂടെ? നമ്മൾ പറഞ്ഞു പോയി, നമ്മൾ നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അയാളുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല. അയാൾ ചിലപ്പോൾ മൂത്രവാർച്ചക്കാരനാകും, ചിലപ്പോൾ ഷുഗർ കൊണ്ട് കാലിൽ മുറികെട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ മാനസിക തകരാറുള്ള മനുഷ്യനാവാം, ചിലപ്പോൾ അയാൾ ഇരിക്കുന്നത് ബസ് കാത്തിരിക്കുന്നതാവാം, ചിലപ്പോൾ അയാൾ യാത്രക്കാരനാവാം. അയാളുടെ അവസ്ഥ മനസ്സിലാക്കാതെ അയാളെക്കുറിച്ച് നമ്മളങ്ങ് പറഞ്ഞു പോയാൽ നമ്മൾ അന്നത്തെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നമ്മളെ ദുആ അല്ലാഹ്ക്ക് വേണ്ട. അയാളെ കണ്ടിട്ട് പൊരുത്തപ്പെടിപ്പിക്കാതെ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. പിന്നെ എന്തേ നമ്മൾ സ്വർഗം പറയണത്? ഞാൻ സ്വർഗത്തിലാ, ഞാൻ നല്ല മനുഷ്യനാ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഇമാമിൻ്റെ നേരെ എടുത്ത് ഞാനാ. കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. മനസ്സ് നന്നാവണം. ആദരിക്കേണ്ടവരാദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അങ്ങനെ നമ്മളെ മനസ്സ് നന്നാക്കി കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ കാര്യം, ഒന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്ത് ചെയ്യുക, നല്ല ഇബാദത്ത് ചെയ്യുക. നിസ്കാരം, നോമ്പ്, അതുപോലെ പൊട്ടിക്കരഞ്ഞ് ദ്വാരക്ക. എത്ര നല്ല ചെറുപ്പക്കാരുണ്ട്. അവർ നിസ്കാരം കഴിഞ്ഞാൽ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അതേ ഇരുത്തത്തിലിരുന്ന് കുറച്ച് ഔറാദുകളൊക്കെ ചൊല്ലുന്ന, ദിക്റുകളൊക്കെ ചൊല്ലുന്ന, ദ്വാരക്കുന്ന എത്ര ആളുകൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഖുതുബ നിർവഹിച്ച് രണ്ടാമത്തെ ഖുതുബക്ക് വേണ്ടി എണീക്കുന്നത് ഇടയിലുള്ള ഇരുത്തത്തിൽ വലിയ ദുആക്ക് ഇജാബത്തുള്ള സമയം. ആ സമയത്ത് ഞാൻ ഒരാളെ നോക്കിയപ്പോൾ അയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, 2 കണ്ണുനീരിങ്ങനെ ഒലിപ്പിക്കുന്നുണ്ട്. എനിക്കയാളോട് വല്ലാത്ത ഇഷ്ടമായി. ഞാൻ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളാ ദുആക്ക് ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എവിടുത്തുകാരനാ? നിങ്ങളെ പേരെന്താ? നിങ്ങൾ ഈ പള്ളിയിലേക്ക് ജുമാഅക്ക് വരാത്ത ആളാണല്ലോ. അയാൾ പറഞ്ഞു, ഞാനൊരു മുസാഫിറാണ്, ഒരു യാത്രക്കാരനാണ്. എനിക്കുള്ള പണി എന്താണെന്നറിയോ? ഈ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം പഴയതെടുക്കലാണ്. അത് ഞാൻ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കലാണ്. ഞാൻ ചോദിച്ചു പോയി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വെറുപ്പാകുമോ? ഇല്ല തങ്ങളെ, നിങ്ങൾ ചോദിച്ചോളൂ. ആ സമയത്ത് ഞാൻ ചോദിച്ചു അയാളോട്,
നിങ്ങൾ എന്തിനാ കരയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് അയാൾ പറയുകയാണ്, ഞാൻ എന്തിനാ കരയുന്നതെന്നറിയുമോ? ഞാൻ കണ്ണടച്ചു പോയാൽ, ഞാൻ അങ്ങ് മരിച്ചു പോയാൽ ഞാൻ ഖബറിലേക്ക് പോകുമല്ലോ. അവിടെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരയാറാണ്. ഞാൻ എപ്പോഴും കരയും, അത് ചിന്തിച്ച് കരയും. ഒരു ആക്രി കച്ചവടക്കാരൻ ഒരു ഈമാനുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ അയാളോട് തൗദാരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ദുആ ഇറക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. അയാളുടെ പ്രാർത്ഥന മതി ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ. അധിക നേരം അയാൾ അവിടെ നിന്നില്ല, പെട്ടെന്ന് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന മനുഷ്യന്മാരുണ്ട്, നല്ല നല്ല സഹോദരിമാരുണ്ട്, പൊട്ടിക്കരഞ്ഞ് വേർക്കുന്ന സഹോദരിമാർ. ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വേവലാതിപ്പെടുന്ന ആളുകൾ, ആഖിറത്തിന്റെ അദാബ് പടച്ചോനെ അത് ചിന്തിച്ച് കരഞ്ഞു വേർക്കുന്നവർ. ഇബാദത്ത് ചെയ്യാം. അള്ളാഹു തന്ന ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, ഇനി നമുക്ക് എന്താ വരാം പറയാൻ കഴിയില്ല. എന്താ നമുക്ക് പറയാൻ കഴിയില്ല, ഏത് സമയത്താണ് നമുക്ക് പറയാൻ കഴിയില്ല. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് സമയം അസ്സിഹത്തുള്ള സമയം അത് വല്ലാത്ത നിഅമത്താണ്. നല്ല ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, രണ്ട് സമയം വല്ലാത്ത അനുഗ്രഹമാണ് മനുഷ്യരെ. ഏതാണ് ആ സമയമെന്നറിയുമോ? ഇത് ഞാൻ പറഞ്ഞതല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനയുടെ സുൽത്താൻ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, രണ്ട് സമയം. ഒന്ന് സിഹത്ത്, ആരോഗ്യമുള്ള സമയം. യുദ്ധത്തിന്റെ മുത്തുനബി വിളിക്കുമ്പോ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ശക്തമായിട്ട് മുന്നോട്ട് ഗമിച്ചവർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരോഗ്യമുള്ള ഇബാദത്ത് അത് വല്ലാത്ത ഇഷ്ടമാണ്. നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല ഫാൻറ്റും കൂട്ടും ഷൂട്ടൊക്കെ ധരിച്ച് എവിടെയാണോ ജമാഅത്ത് നടക്കുന്നത് അവിടെ വണ്ടി നിർത്തിയിട്ട് അല്ലാഹു അക്ബർ, എത്ര ചുറുക്കുള്ള ചെക്കന്മാരാ, നല്ല നല്ല യുവാക്കൾ. എത്രയോ നേരത്തെ പള്ളിയിലേക്ക് വന്നിട്ട് ജുമായുടെ സമയത്ത്, ആ സമയത്തിന്റെ എത്രയോ നേരത്തെ വന്നിട്ട് അൽകാഫ് ഓതിയിട്ട് അള്ളാന്റെ പള്ളിയിൽ ഇരുന്നിട്ട് പടച്ച റബ്ബിലേക്ക് തേടുന്ന എത്ര നല്ല ചെറുപ്പക്കാരാണ്. അവരുടെ മുഖത്ത് തന്നെ ഒരു ഈമാന. ഉസ്താദുമാരെ കാണുമ്പോൾ നല്ല ഭവ്യതയും ബഹുമാനവുമാണ്, നല്ലൊരു ആദരവ്. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരല്ല, അവർക്ക് മനസ്സിലായി ഇതൊരു ഈമാനിന്റെ ഭാഗ, എൻ്റെ പ്രവർത്തനങ്ങൾ. നാളെ ആഖിറണ്ട്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതൊക്കെ വെക്കും എന്ന ചിന്ത. സുബൈയുടെ കുറച്ച് മുമ്പേ എണീറ്റ് അവർ തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാർ, ഭാര്യയെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുന്നവർ, ഒരു എന്തെങ്കിലും സൽക്രമത്തിന് പോകുമ്പോ ദ്വാരക്കരട്ടോ എന്ന് പറയുന്നവർ, അങ്ങനെ നല്ല നല്ല കുട്ടികളുണ്ട്. നല്ല ആരോഗ്യമുള്ള സമയം. അല്ലാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ പ്രായമാകുമ്പോൾ, വയസ്സാകുന്ന സമയത്ത് സന്തോഷിക്കാം. അല്ലാഹുവേ പടച്ചോനെ, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ഒരുപാട് നിസ്കരിച്ചിരിക്കണം, നോമ്പ് പറ്റിക്കണം, ഇബാദത്ത് ചെയ്തിക്കണം, ദിക്റെല്ലിക്കണം, സ്വലാത്ത് എല്ലിക്കണം. ഇപ്പം എന്നെ കൊണ്ട് വഴിയല്ലോ, ഇപ്പം ഞാൻ രോഗിയാണ്, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്. പടച്ചോനെ, ആഫിയത്തുള്ള കാലത്ത് ചെയ്തതിൻ്റെ ഫലം
എൻ്റെ ഖബറിലേക്ക് എത്തിക്കണം അല്ലാ, ആഖിറ ലോകത്തിൻ്റെ വിജയത്തിനൊരു സബബാക്കണം അല്ലാ എന്ന് ദുആരക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. രണ്ടാമത്തതോ ഒഴിവ് സമയം. മൊബൈൽ ഇങ്ങനെ എത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അതിങ്ങനെ കുത്തിയിരിക്കണം. ഖുർആൻ ഓതുമ്പോഴും മൊബൈലാ, യാസീൻ ഓതുകയാണെങ്കിലും മൊബൈലാ. അതിൻ്റെ മസ്അലല്ല ഞാൻ പറയുന്നത്. അവിടെ ഖുർആൻ എടുത്തിട്ട് ആ അദബോടുകൂടെ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ അത് ഇബാദത്താണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ തോണ്ടി കളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചോനെ എൻ്റെ ഒഴിവ് സമയമാണല്ലോ, നാളെ പടച്ച റബ്ബ് ചോദിക്കുമല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവുക. എന്നാൽ നമുക്ക് വാർദ്ധക്യ കാലത്ത് പറയാൻ കഴിയും, പടച്ചോനെ ഞാനിതാ കെടുപ്പിലായിരിക്കുന്നു അല്ലാ, അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. ആ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമല്ലാ. ഒഴിവുള്ള സമയങ്ങളൊക്കെ ഞാൻ മുതലാക്കിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, അമല് ചെയ്തിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അല്ലാ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു മനസ്സമാധാനം നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രായമുള്ള സമയത്ത് ഇബാദത്ത് നമ്മൾ ചെയ്യാൻ കഴിയാത്ത സങ്കടപ്പെടുമ്പോൾ സന്തോഷിക്കാനുള്ളൊരു മാർഗ്ഗമാണ് യൗവനകാലത്ത് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെയാണ് മനസ്സമാധാനം കിട്ടാൻ, സന്തോഷത്തോടുകൂടെ മനസ്സ് സമാധാനം കിട്ടാൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇനിയും ഒരുപാട് പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, എല്ലാവരോടും ഒരു പുഞ്ചിരി ഉണ്ടായാൽ, ആരെ പറ്റിയും ഖിബറില്ലാത്ത, ആരെ പറ്റിയിട്ടും മേഷണിയില്ലാത്ത, പരദൂഷണമില്ലാത്ത, അസൂയയില്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടായാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖൽബിൽ എപ്പോഴും സന്തോഷമാണ്. മറ്റവനെ പറ്റിക്കണം, ഓൻ്റെ ഒരു കവർച്ച ചെയ്യണം, ഓൻ ഇടങ്ങാറാവണം, ഓ മോശക്കാരനാണോ നശിക്കണം, അവനോടുള്ള ഒരു വല്ലാത്ത വാശിയും കുറുമ്പും ദേഷ്യവും നമ്മുടെ ഖൽബിൽ ഉദിച്ചാൽ നമ്മളെ മുടി നരച്ചു പോകും, താടി നരച്ചു പോകും, വല്ലാതെ പ്രായമാകും, അള്ളാഹു രോഗങ്ങൾ തന്നിട്ട് പരീക്ഷിക്കപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രായമാകുമ്പോഴും വല്ലിപ്പാൻ്റെ അടുത്തേക്ക് മക്കൾ ഓടി വരണം, തറവാട്ടിലേക്ക് മക്കൾ വരണം. വല്ലിപ്പ എന്തെങ്കിലും കീശയിലുള്ളത് മക്കൾക്ക് കൊടുക്കണം, മിഠായി വാങ്ങി കൊടുക്കണം. മക്കളുടെ കൈ പിടിച്ചിട്ട്, പേരക്കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അങ്ങാടിയിൽ പോകാൻ വല്ലിപ്പാൻ്റെ കൂടെ വരാനുള്ള ധൈര്യവും സ്നേഹവും ആഗ്രഹവും അത്യാഗ്രഹവും പേരമക്കൾക്ക് ഉണ്ടാവണം. എന്നാൽ അപ്പോഴും ചുറുചുറുക്കോടുകൂടെ വല്ലിപ്പായെ അള്ളാഹു ഇങ്ങനെ നിലനിർത്തും. ആ ഒരു സ്നേഹബന്ധാണ് നമുക്ക് വേണ്ടത്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വല്ലായ്മകളും ഒക്കെ മനുഷ്യനങ്ങനെ അലട്ടും. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല മനസ്സോടുകൂടെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരോടും നല്ല സ്നേഹവും നല്ല റാഹത്തുള്ളൊരു ഖൽബ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയവുമായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ നൂറെ ജമുലുൽ ലൈലി എന്ന ഈ വാട്സപ്പിലൂടെ ഈ സന്ദേശം ഓരോരോ വീട്ടിൻ്റെ ഉള്ളറയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഈ സന്ദേശം നമ്മളെ കുടുംബത്തിലേക്കും നമ്മളെ ബന്ധുക്കളിലേക്കും നമ്മളെ നാടുകളിലേക്കും എത്തിക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ദുആരക്കും, എൻ്റെ ദർസിനും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദുആരക്കണേ എന്ന വസിയ്യത്ത് നടത്തലോടുകൂടെ എൻ്റെ പ്രസംഗത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.